Hello, my dear friends, welcome back. Today we are going to learn another poem a century later written by Imtiaz Darkar. Imtiaz Darkar പാകിസ്ഥാനിലെ ലാഹോറിലാണ് ജനിക്കുന്നത്. നമുക്ക് അവരെ പറയപ്പെടുന്നത് ഷീ ഈസ് എ പാകിസ്ഥാനി ബോൺ ബ്രിട്ടീഷ് പോയിറ്റ്. ദെൻ അതുകൂടാതെ ആർട്ടിസ്റ്റാണ്, വീഡിയോ ഫിലിം മേക്കറാണ്. അവരുടെ ഇംഗ്ലീഷ് പോയട്രിക്ക് ക്യൂൻസ് ഗോൾഡ് മെഡൽ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഷീ വോൺ ദി ക്യൂൻസ് ഗോൾഡ് മെഡൽ ഫോർ ഹെർ ഇംഗ്ലീഷ് പോയട്രി. അവരുടെ വർക്കുകളിലെ തീംസ് പറയുന്നത് ഹോം, അതുപോലെ ഫ്രീഡം, ജേർണീസ്, ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ഡിസ്പ്ലേസ്മെൻറ്റ്, കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ജെൻഡർ പൊളിറ്റിക്സ്. നമുക്കറിയാം അവർ വ്യത്യസ്ത രീതിയിലുള്ള സോഷ്യൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ താമസിച്ചത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഓരോ സ്ഥലങ്ങളിലും സംഭവിക്കുന്ന കോൺഫ്ലിക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ അവെയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മെയിൻ തീംസുകളിലെ ജേണിയും ഫ്രീഡം, ഹോമും അതുപോലെ കൾച്ചറൽ ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൂടാതെ അവർ സ്ത്രീകൾക്ക് പ്രത്യേക ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ അനുഭവിക്കുന്ന ഒപ്രഷൻ അവരുടെ വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഷീ ഡിസ്ക്രൈബ്സ് ഹെർ സെൽഫ് ആസ് എ സ്കോട്ടിഷ് മുസ്ലിം കാൽവിനിസ്റ്റ് എന്നുള്ള രീതിയിലാണ് അവരെ തന്നെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇംതിയാസ് ദാർക്കറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ പോയം നോക്കാം അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഈ ഒരു പോയം. വിൽഫ്രഡ് ഓവൻസിൻ്റെ ആന്തം ഫോർ ഡൂംഡ് യൂത്ത് എന്ന ബുക്കിനുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് നമ്മൾ ഇംതിയാസ് ദാർക്കർ എ സെഞ്ചുറി ലേറ്റർ എന്നുള്ള പോയം എഴുതിയിട്ടുള്ളത്. സോ ദിസ് പോം ഈസ് റെസ്പോൺസ് ടു വിൽഫ്രഡ് ഓവൻസ് ആന്തം ഫോർ ഡൂംഡ് യൂത്ത്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പോയിൻ്റാണ്. സോ നമുക്ക് നമ്മുടെ പോയം പറയുന്നതിന് മുമ്പായിട്ട് ആന്തം ഫോർ ഡൂംഡ് യൂത്തിൽ എന്താണ് വിൽഫ്രഡ് ഓവൻ എഴുതിയിട്ടുള്ളതെന്ന് പറയേണ്ടി വരുമല്ലോ അല്ലേ. സോ നമുക്കറിയാം വിൽഫ്രഡ് ഓവൻ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് പോയിറ്റാണ്. 1917 അദ്ദേഹം ആ പോയം എഴുതുന്നത്. നമുക്കറിയാം വേൾഡ് വാർ 1 നടന്നത് എന്നായിരുന്നു. അതെ, ജൂലൈ 28 മുതൽ ഏകദേശം ഒരു 1914 മുതൽ 1918 വരെ നീണ്ടു നിന്നൊരു യുദ്ധമാണ് അല്ലേ വേൾഡ് വാർ 1 എന്ന് പറയുന്നത്. സോ അദ്ദേഹം നമ്മുടെ വേൾഡ് വാർ 1 ഒരു സോൾജറായി ഇരിക്കുന്ന ഒരു ടൈമായിരുന്നു വിൽഫ്രഡ് ഓവൻ. സോ അതിനുശേഷം അതിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ട്രോമ, ഇഞ്ചുറീസ്, ഇതിൽ നിന്നൊക്കെ ഒരു റിക്കവറിങ് ടൈമിലാണ് അദ്ദേഹം ഈ ഒരു പോയം എഴുതുന്നത്. ഈ പോയമിലെ പ്രധാന ഒരു തീമായിട്ട് വരുന്നത് വാർ തന്നെയാണ്. അതായത് വാറിൽ നഷ്ടപ്പെട്ടില്ലാത്തത് യൂത്തിൻ്റെ ജീവിതത്തിനെ കുറിച്ചിട്ട്, അവരുടെ ദുഃഖങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഈ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ടെറിബിൾ സൈറ്റ്, അവിടെയുള്ള ടെറിബിൾ ആയിട്ടുള്ള കാഴ്ചകളും അതുപോലെ ആ സൗണ്ട്സും ഒക്കെയാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ക്രിട്ടിസൈസ് ദ ഫോർമൽ സെറമണീസ് ഓഫ് വാർ ലൈക്ക് പ്രേയേഴ്സ് ആൻഡ് ചർച്ച് ബെൽസ്. ദെൻ ഇതിനൊക്കെ വിളിക്കുന്നത് അദ്ദേഹം ഒരു മീനിങ്ലെസ് ആയിട്ടാണ്. ഇങ്ങനെ അതായത് ബാറ്റിൽ, ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ബാറ്റിലിനെ കമ്പയർ ചെയ്തിട്ടാണ് അദ്ദേഹം ഇതിനൊക്കെ പറയുന്നത്. Okay, it criticizes the formal ceremonies of war like prayers and church bells, calling them meaningless compared to the harsh realities of battle. സോ നമുക്കറിയാം ഓവൻ്റെ മോസ്റ്റ് ഫേമസ് വർക്കുകളിൽ ഒന്നാണ് ഈ പറയുന്ന പോയമും. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയമാണ് ദെൽസ് എറ്റ് ഡെക്കോറം ഇസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ നമുക്ക് ഈ ഒരു പോയമിൻ്റെ മുമ്പായിട്ട് ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്ന പോയമാണ്. സോ അത് എങ്ങനെയാണ് ഈ ഒരു പോയമായിട്ട് കണക്റ്റഡ് ആകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പോയം പറയുമ്പോൾ മനസ്സിലാകും. ഓക്കെ, ഈ പോയമിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുന്നതിന് മുമ്പായിട്ട് ഈ പോയം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ തെളിയേണ്ട ഒരു മുഖമാണ് മലാല യൂസുഫ്സായ് എന്ന് പറയുന്ന വ്യക്തിയുടേത്. സോ മലാല യൂസുഫ്സായിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളത് എനിക്കറിയാം. എന്നിരുന്നാലും ഷീ ഈസ് എ പാകിസ്ഥാനി ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആൻഡ് അഡ്വക്കേറ്റ് ഫോർ ദ റൈറ്റ്സ് ടു എഡ്യൂക്കേഷൻ. മലാല യൂസുഫ്സായ് എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാനി മനുഷ്യാവകാശ പ്രവർത്തകയാണ്. അതുമാത്രമല്ല സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവകാശത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിസ്റ്റും കൂടിയാണ്. അവർ ജനിക്കുന്നത് 1997 ജൂലൈ 12 കേട്ടോ. ഷി വാസ് ബോൺ ഓൺ ജൂലൈ 12, 1997 ഇൻ ദ സ്വാറ്റ് വാലി ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ സ്വാറ്റ് വാലി ആ ഒരു ഏരിയയിലാണ് അവർ ജനിക്കുന്നത്. അവരുടെ ഫാദറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഫാദറും എല്ലാവർക്കും, അതായത് മെൻ, വിമൻ അങ്ങനെ ഒന്നും കൺസിഡർ ചെയ്യാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു നമ്മുടെ മലാല യൂസുഫ്സായിയുടെ ഫാദർ ആയിട്ടുള്ള യൂസുഫ്സായ് എന്ന് പറയുന്നത്. ഓക്കെ, സോ
ഒരിക്കൽ ഇവരും ഇവരുടെ രണ്ട് സുഹൃത്തുക്കൾ കൂടി സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇവർക്ക് അവിടെയുള്ള ആളുകൾ, താലിബാനിലെ തീവ്രവാദികൾ എന്ന് നമുക്ക് പറയാം, അവരെന്ത് ചെയ്യുന്നുണ്ട്, അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഹെഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അവൾക്ക് വളരെ ഇഞ്ചുറീസും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും എന്തിനാണ് ഇവരെ ഷൂട്ട് ചെയ്തത്? അതെ, ഇവരിനി വിദ്യാഭ്യാസം, അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോകരുത് എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അത് അവർക്ക് ശരിക്കും നേരെ തിരിച്ചടി ആയിരുന്നു. അതിനുശേഷം നമ്മുടെ മലാല യൂസഫ്സായി നല്ല രീതിയിൽ ആരോഗ്യം തിരിച്ചെടുത്തിട്ട് അവർ സ്ത്രീകൾക്കുള്ള, അതായത് ഗ്ലോബലായിട്ട് ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ എഡ്യൂക്കേഷൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ എന്താ പറഞ്ഞു വരുന്നത്? ഹെർ ഫൈറ്റ്സ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ ഗൈഡ് ഇൻ്റർനാഷണൽ അറ്റൻഷൻ, എസ്പെഷ്യലി ഡ്യൂറിങ് എ ടൈം വെൻ ദ താലിബാൻ ഹാഡ് ഇമ്പോസ്ഡ് ഓൺ എ ബാൻ ഓൺ ഗേൾസ് എഡ്യൂക്കേഷൻ. ഓക്കെ, അതായത് സ്ത്രീകൾ പഠിക്കേണ്ടതായിട്ടില്ല എന്നുള്ള രീതിയിൽ താലിബാൻ കാര്യങ്ങളൊക്കെ ഒരു സംഭവം ഇമ്പോസ് ചെയ്തിരുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ മലാലയും അവരുടെ സുഹൃത്തുക്കളും ഇവിടെ സ്കൂളിലോട്ട് പോകുന്നത്. ബാക്കി നിങ്ങൾക്കറിയാമല്ലോ. ആൻഡ് ഓൾസോ ഒരു 2012 കാലഘട്ടത്തിലാണ് അവർ അറ്റാക്ക് ആക്കപ്പെടുന്നത്. ആൻഡ് ഇൻ 2014 2014 അറ്റ് ദ ഏജ് ഓഫ് 17 വയസ്സിലാണ് ഷി ബിക്കേം ദ യങ്ങസ്റ്റ് പേഴ്സൺ എവർ ടു റിസീവ് ദ നോബൽ പീസ് പ്രൈസ്. സമാധാനത്തിനുള്ള പുരസ്കാരം ആർക്ക് കിട്ടാണ്? നമ്മുടെ നോബൽ സമാധാന പുരസ്കാരം നമ്മുടെ മലാല യൂസഫ്സായിക്ക് 2014 കിട്ടുന്നുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും കൂടിയാണ് കേട്ടോ അവർ. അത് മാത്രമല്ല, ഇപ്പം എന്ത് പ്രത്യേകത എന്ന് വെച്ചാൽ ഈവൻ ടുഡേ ഷി റിമൈൻസ് എ പവർഫുൾ വോയിസ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ വേൾഡ് വൈഡ്. ഇന്നും അവർ ബാലിക വിദ്യാഭ്യാസത്തിൻ്റെ ശക്തമായ ശബ്ദമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു പോയം വായിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകേണ്ടത് മലാല യൂസഫ്സായിനെ കുറിച്ചിട്ടാണ്. അവരും നമുക്ക് ഓർമ്മയിൽ വരും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻസ. The school bell is a call to battle. Every step to class, a step into the firing line. Here is the target. Find skin at the tumble. Cheeks still rounded from being 15. സ്കൂൾ ബെൽ എന്ന് പറയുന്നത് ശരിക്കും ബാറ്റിലോട്ടുള്ള കോളാണ്, യുദ്ധത്തിലോട്ടുള്ള വിളിയാണ്. അതുമാത്രമല്ല, നമ്മൾ ക്ലാസ്സിലോട്ട് പോകുന്ന ഓരോ സ്റ്റെപ്പും ശരിക്കും പറഞ്ഞാൽ അത് ഫയറിംഗ് ലൈനിലോട്ടുള്ള സ്റ്റെപ്പുകളാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ നമ്മുടെ ഇംതിയാസ് ദാർക്കർ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു കൈൻഡ് ഓഫ് അൺഈസി മെറ്റഫറാണ് അല്ലേ. മെറ്റഫറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കമ്പയർ ചെയ്തിരിക്കുകയാണ് സ്കൂൾ ബെല്ലിനെ ബാറ്റിലായിട്ടും ക്ലാസ്സിലോട്ട് പോകുന്ന സ്റ്റെപ്പുകളെ ഫയറിംഗ് ലൈനിലോട്ടുള്ള സ്റ്റെപ്പുകളുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ ഒരു പോയം ഡിസ്ക്രൈബ് ചെയ്യുന്നത് the experience of young women trying to get an education in places where it has been forbidden to them. അതായത് സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ നിഷേധിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് അവിടെയുള്ള ചെറിയ പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സർക്കംസ്റ്റൻസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പോയി പഠിക്കുന്ന ക്ലാസ് റൂം എന്തായിട്ട് മാറും? ബാറ്റിൽ ഫീൽഡായിട്ട് മാറും, എ പ്ലേസ് ഓഫ് വയലൻസ് ആയിട്ട് മാറുന്നുണ്ട്. സോ the speaker simply leaves readers to grapple with the disturbing idea. ഒരു നമുക്ക് വിചാരിക്കാനും കൂടി പറ്റാത്തൊരു ഡിസ്റ്റർബിങ് ഐഡിയ ആയിട്ടാണ് ഇവിടെ സ്പീക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. ഒരു സ്കൂളിനെ ഒരു ബാറ്റിൽ ഫീൽഡായിട്ടൊക്കെ. അതുമാത്രമല്ല, ഇതിൻ്റെ ഇന്നറായിട്ട് വരുന്നത് അവിടെയുള്ള സ്കൂൾ ചിൽഡ്രൻ ആരായിട്ടാണ്? സോൾജേഴ്സായിട്ടുമാണ്. Okay, so the reason that this school or battlefields become clearer as the speakers start retelling the story of Malala Yousafzai. ഈ ഫസ്റ്റ് സ്റ്റാൻസിലെ നെക്സ്റ്റ് 2 ലൈൻസ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലാല യൂസഫ്സായിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഈ ഒരു പോയമിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മലാല യൂസഫ്സായിനെ കുറിച്ചിട്ട് ഇവർ പ്രതിപാദിക്കുന്നുണ്ട്. സ്കൂൾ ബാറ്റിൽ ഫീൽഡ് ആകുന്ന ഈ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആകുന്നത് ഈ 2 ലൈൻസിലാണ്. നോക്കിക്കേ, ഹിയർ ഈസ് ദ ടാർഗറ്റ്. Fine skin at the tumble, cheeks still rounded from being 15. Here is the target. ഇവിടെ ടാർഗറ്റ് എന്ന് കൂടി ഉദ്ദേശിക്കുന്നത് ആ പറയുന്ന പെൺകുട്ടികളെയാണ് അല്ലേ, പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പെൺകുട്ടികളെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ഫൈൻ സ്കിൻ, അതായത് ഇവർ 15 വയസ്സായിട്ടുള്ള പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യൂത്ത് ആയിരിക്കും അല്ലേ. നല്ല ഭംഗിയുള്ള റൗണ്ടഡ് ചീക്ക് എന്നൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് മലാല യൂസഫ്സായിൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണുന്നില്ലേ. സോ ഇവിടെ ഫൈൻ സ്കിൻ, ഈ ഭാഗം ഉദ്ദേശിക്കുന്നത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു പെൺകുട്ടി. ഏകദേശം എത്ര വയസ്സ്? 15 വയസ്സ്, 15 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി കേട്ടോ. സോ ഇവിടെ ദ സ്പീക്കർ ഷോക്കിംഗ്ലി ഇൻട്രൊഡ്യൂസ് യൂസഫ്സായി ആസ് ദ ടാർഗറ്റായിട്ടാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും താലിബാൻ ഗവൺമെൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇവരെന്താണ്, അതായത് ആവശ്യമില്ല ആർക്ക്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമില്ല. സോ സ്വാഭാവികമായിട്ടും അവർക്ക് അവൾ എന്തായിട്ട് മാറുന്നുണ്ട്? ഒരു കൈൻഡ് ഓഫ് ടാർഗറ്റായിട്ട് മാറുന്നുണ്ട്. സോ ദ ഇമാജിനറി ഹിയർ
ക്യാപ്ചറിങ് ദ ഗേൾസ് ഫൈൻ സ്കിൻ, റൗണ്ടഡ് ചീക്സ്, ഇതൊക്കെ കാണിക്കുന്നത് ഹൗ യങ് ഷീ ഈസ്, എത്രത്തോളം ചെറിയ പെൺകുട്ടിയാണ് അത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് 2 ലൈൻസ്. സറണ്ടർഡ്, സറൗണ്ടഡ്, ഷീ ടേക്സ് ദ ബുള്ളറ്റ് ഇൻ ദ ഹേർട്ട്. സോ ഇവിടെ ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് ട്രാപ്പിഡ് ആയിട്ട് പെട്ടിരിക്കുകയാണ് ആ പെൺകുട്ടി. അവൾ എന്തായി, അവളുടെ തലയിൽ, അവളുടെ ഹെഡിൻ്റെ ആ ഒരു ഭാഗത്ത് നേരെ ബുള്ളറ്റ് ചെന്ന് വരികയാണ്. ബുള്ളറ്റ് അതായത് തുളച്ച് കയറുകയാണ് അല്ലേ. അവരെ താലിബാൻ ഗൺമാൻ അവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. Third stanza. And walks on, the missile cuts a pathway in her mind to an orchard in full bloom, a field humming under the sun, its lap open and full of poppies. അങ്ങനെ വെടിയുണ്ടൊക്കെ ഏറ്റുല്ലേ. സോ സ്വാഭാവികമായിട്ടും അവരെന്ത് വിചാരിക്കും, ആ പെൺകുട്ടി തളർന്നു പോയി, ഇനി ഇതിന് നിൽക്കില്ല എന്ന്. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ബട്ട് ദെൻ ഷീ കീപ്സ് വാക്കിംഗ്, അവളെ നടത്തം തുടർന്നു കൊണ്ടേയിരുന്നു. അത് മാത്രമല്ല, അവളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ബുള്ളറ്റ്, ഈ പറയുന്ന മിസൈൽ, വെടിയുണ്ട എന്ന് പറയുന്നത് ജസ്റ്റ് അവളുടെ മൈൻഡിലുള്ള ഒരു പാത്വേ ആയിരുന്നു, ഒരു വേ ഡൗൺ എ റോഡായിരുന്നു ഈ ഒരു ബുള്ളറ്റ് എന്ന് പറയുന്നത്. എന്തിലോട്ടുള്ള, ടു എ ബ്ലൂമിങ് ഓർച്ചാർഡ് ആൻഡ് എ വെൽക്കമിങ്. ഹിയർ ഓർച്ചാർഡ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഗാർഡൻ, പൂന്തോട്ടം എന്നൊക്കെ പറയാം. അവിടെ എന്തുണ്ട്, ഒരുപാട് പൂക്കളുണ്ട്, അതുപോലെ തന്നെ നല്ല നല്ല മരങ്ങൾ, പഴങ്ങളും പച്ചക്കറികളും കായ്ക്കുന്ന മരങ്ങൾ, അതിനൊക്കെ പറയുന്ന പേരാണ് ഓർച്ചാർഡ്. ഓക്കെ, സോ ഇൻ ഫുൾ ബ്ലൂമായിട്ട് നിൽക്കുന്ന ഒരു ഭംഗിയുള്ള ഓർച്ചാർഡിലോട്ടുള്ളൊരു പാത്ത് വേ ആയിരുന്നു, ഒരു വേ ആയിരുന്നു അവൾക്ക് ആ ഒരു മിസൈൽ, ആ ഒരു വെടിയുണ്ട എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എന്ന് മാത്രമല്ല, എ ഫീൽ ഹമ്മിങ് അണ്ടർ ദ സൺ, ആ സണ്ണിന് കീഴിൽ തേനീച്ചകൾ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ മൂളിപ്പാട്ട് പാടുന്നുണ്ട്. അത് മാത്രമല്ല, ഇറ്റ്സ് ലാപ്പ് ഓപ്പൺ ആൻഡ് ഫുൾ ഓഫ് പോപ്പീസ്. പോപ്പീസ് എന്ന് പറയുന്നത് ഫ്ലവറിങ് പ്ലാന്റ് ആണ്. സോ അവിടെയൊക്കെ എന്താണ്, സൺലിഫ്റ്റ് ഫീൽഡ് ഫുൾ ഓഫ് പോപ്പീസ് ആൻഡ് ദ സൗണ്ട് ഓഫ് ബീസ്. അത്രക്കും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം, അതിലോട്ടാണ് അവളുടെ ആ ഒരു വെടിയുണ്ട അവളെ കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്, ദിസ് ഗേൾ ഹാസ് വോൺ ദ റൈറ്റ് ടു ബി ഓർഡിനറി. ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൾക്ക് നോർമൽ ലൈഫ് ജീവിക്കാനുള്ളൊരു റൈറ്റ്, ഒരു അവകാശം അവൾ നേടിയെടുത്തു എന്നുള്ളതാണ്. ദിസ് ഗേൾ ഹാസ് ഏൺഡ് ദ റൈറ്റ് ടു ലിവ് എ നോർമൽ ലൈഫ്. ഈ ലൈൻസുകളൊക്കെ ഇവിടെ കാണിക്കുന്നത് അതായത് ഒരു പെൺകുട്ടി ഷൂട്ട് ചെയ്ത ആ ഒരു ഇൻസിഡൻറ്റ്, മലാല യൂസുഫ്സായിൻ്റെ ഒരു ഇൻസിഡൻ്റ് ആണ്. അത് മാത്രമല്ല, അതിനുശേഷം അവരുടെ ഒരു ആക്ടിവിസം, അതായത് താൻ ഷൂട്ട് ചെയ്യപ്പെട്ടു എന്ന് കരുതിയിട്ട് അവൾ മിണ്ടാതെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കാതെ, എന്നാൽ ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും അവരുടെ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു അവകാശത്തിന് വേണ്ടിയിട്ട് അവൾ പോരാടി. അതായത് ഒരു പാട്രിയാർക്കൽ റൂൾ ഇൻ പാകിസ്ഥാന് എതിരെയാണ് ആ ഒരു പെൺകുട്ടി പിന്നീട് ആക്ടിവിസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, നെക്സ്റ്റ് സ്റ്റാൻഡ്സ് നോക്കാം. വിയർ ബാംഗിൾസ് ടു എ വെഡിങ്, പെയിൻ ഹെർ ഫിംഗർ നൈൽസ്, ഗോ ടു സ്കൂൾ. ആൻഡ് അവൾ പറയാണ്, ബുള്ളറ്റ്, ഷീ സേസ്, യു ആർ സ്റ്റുപ്പിഡ്, യു ഹാവ് ഫൈൽ, യു കനോട്ട് കിൽ എ ബുക്ക് ഓർ ദ ബസിങ് ഇൻ ഇറ്റ്. അതായത് അവൾ നമ്മൾ പറഞ്ഞില്ലേ, അവൾ പിന്നീട് വിജയിക്കുകയാണ് ജീവിതത്തിൽ. അതായത് ഒരു സാധാരണ ജീവിതം ഒരു പെൺകുട്ടി എങ്ങനെയാണോ നയിക്കുക, അതുപോലെ അവളും അവളുടെ ലൈഫ്, ആ ഒരു അവകാശം അവൾ നേടിയിരിക്കുകയാണ് പിന്നീട് ഉണ്ടായത്. എങ്ങനെയാണ്, കല്യാണത്തിന് പോകുമ്പോൾ ബാംഗിൾസ് ധരിക്കും, വളകൾ ധരിക്കും, അതുപോലെ തന്നെ അവളുടെ ഫിംഗറിൽ നെയിൽ പോളിഷ് ഇടും, അത് സ്കൂളിലോട്ട് പോകും, നല്ലൊരു സന്തോഷം, ഹാപ്പി. എന്നിട്ട് അവൾ പറയുന്ന ബുള്ളറ്റിനോട്, നീ എന്താണ്, സ്റ്റുപ്പിഡാണ്, നീ തോറ്റുപോയി, നിനക്ക് ഒരിക്കലും ഒരു ബുക്കിനെ കൊല്ലാൻ പറ്റില്ല. അല്ലെങ്കിൽ അവിടുത്തെ ബസിങ് എന്ന് പറയുമ്പോൾ ആ ബുക്കിലുള്ള വേർഡ്സ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ബുക്കിലുള്ള ആ ഒരു അറിവുണ്ടല്ലോ, അതിനൊന്നും നിനക്കൊരിക്കലും കൊല്ലാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഫൈനൽ സ്റ്റാൻസ, എ മർമർ, എ സ്വാം, behind her one by one the school girls are standing up to take their places on the front line. Okay, എ മർമർ, ഒരു പിറുപിറുക്ക, എ സ്വാം, എ ക്രൗഡ് പീപ്പിൾ. അതായത് ബിഹൈൻഡ് ഹർ, അവളുടെ ബേക്കിൽ ഇങ്ങനെ അവൾക്ക് കേൾക്കാൻ സാധിക്കുന്ന പോലെ അത് ഒരുപാട് കൂട്ടും കൂടി നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു പിറുപിറുക്കം, അത് അവൾക്ക് കേൾക്കാം. വൺ ബൈ വൺ ദ സ്കൂൾ ഗേൾസ് ആർ സ്റ്റാൻഡിങ് അപ്പ്. അവളുടെ പിറകെ നോക്കിയപ്പോഴാണ് അവൾ ഓരോരുത്തരായിട്ട് ഓരോ കുട്ടികൾ, ഒരു സ്കൂൾ പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ടു ടേക്ക് ദെയർ പ്ലേസസ് ഓൺ ദ ഫ്രണ്ട് ലൈൻ. അതായത് മുമ്പിലെ ലൈനിൽ അവർക്ക് നിൽക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് അവരൊക്കെ റെഡി ആയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ട്. സോ അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ മർമർ, ബസിങ്, ഹമ്മിങ്, ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കാണിക്കുന്നത് സൗണ്ടിനെയാണല്ലേ. അതായത് ഇതിന് പറയുന്നതാണ് ഓണോമറ്റോപിക് വേർഡ്സ്. ഓക്കെ, അതായത് ഇവിടെ കാണിക്കുന്നത് എന്താണ്, അവൈക്കനിങ് ഓഫ് റെബല്ലിയൻ അല്ലേ, ആ ഒരു വിപ്ലവത്തിൻ്റെ സൗണ്ടുകളായിട്ടാണ് ഇവിടെ നമുക്ക് കാണിക്കുന്നത്. ആ വിപ്ലവത്തിലോട്ടുള്ളൊരു വിളി, കോളാണ് കേട്ടോ. ഓക്കെ, സോ
സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പോയം നമുക്ക് പറയുമ്പോൾ പറയാനുള്ളത്. പിന്നെ ഇവിടെ പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ ബുള്ളറ്റിനോട് അവൾ പറയുന്നുണ്ടല്ലേ, യു ആർ സ്റ്റുപ്പിഡ്, യു ഹാവ് ഫൈൽഡ് എന്നുള്ളത്. സോ ഇവിടെ ബുള്ളറ്റിന് അവൾ ഒരു എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്, ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്. സോ അവിടെ പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഈ ഒരു പോയം എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കാണാം. എന്തിനെതിരെയുള്ള, ജെൻഡർ ഇനിക്വാലിറ്റിക്കെതിരെയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഈ ഒരു പോയം. ഇത് ഇംപ്ലൈ ചെയ്യുന്നത് എല്ലാവരും സ്ത്രീകൾക്കെതിരെ നിൽക്കുമ്പോൾ, സ്ത്രീകളെ അടിച്ചമർത്താൻ നിൽക്കുമ്പോൾ അതിൻ്റെ നാച്ചുറൽ ഔട്ട്കം ആയിട്ട് വരുന്നത് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഫേവർ ചെയ്യുന്ന ഒരു കാര്യമായിട്ടായിരിക്കും. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, സോ ഈ ഒരു പോയമിൽ അവസാനമായിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാനുള്ളത്, ബുള്ളറ്റ് എന്നുള്ളത് ഇവിടെ ഒപ്രസറാണ്, പാട്രിയാർക്കൽ സൊസൈറ്റിയാണ് കാണിക്കുന്നത്. ബുക്സിനെ കാണിക്കുന്നത് ഒപ്രസ്ഡ് ആയിട്ടതാണ്, അതായത് വിമനാണ് കാണിക്കുന്നത്. സ്കൂൾ ഗേൾസിന് ഇവിടെ സോൾജറായിട്ട് പറയുന്നുണ്ട്, സ്കൂളിന് ഇവിടെ ബാറ്റിൽ ഫീൽഡായിട്ട് പറയുന്നുണ്ട്. ബെല്ലിന് കോൾ ഫോർ ദി ബാറ്റിലായിട്ട് പറയുന്നുണ്ട്. പൊതുവേ സ്കൂളിലെ ബെല്ല് എന്തിനടിക്കാറുള്ളത്? അതെ, നമുക്ക് സ്കൂൾ ബെല്ലെന്ന് പറയുന്നത് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ക്ലാസ് ആണ്, ബ്രേക്ക് ടൈമാണ്, ലഞ്ചിന് ടൈമാണ്, അതുപോലെ തന്നെ അതർ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെയുള്ള ടൈമാണ് അല്ലേ. സോ പക്ഷേ ഇവിടെ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂളാണല്ലേ. എന്തിനു വേണ്ടിയിട്ട്? കുട്ടികളെ ഒരു അലേർട്ടിന് വേണ്ടിയിട്ട്, അബൌട്ട് ദ അസംബ്ലി അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫ് ടൈമിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളായിട്ടാണ് ഈ ബെല്ലിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. സോ ആൻഡ് ഓൾസോ ഇത് പറയുന്നത് സ്റ്റാഫ് മെമ്പേഴ്സിനും ടീച്ചേഴ്സിനും ഒക്കെ ഒരു സിഗ്നിഫിക്കൻ്റ് ആണ്. ഹവർ ദ സ്കൂൾ ബെൽ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എ കോൾ ടു ബാറ്റിൽ അലോങ് ദീസ് ലൈൻസ് ആണ്. സോ ദ കോൾ ടു ബാറ്റിൽ എന്ന് പറയുന്നത് ഒരു ചാവോറ്റിക് കനോട്ടേഷനായിട്ട് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇത് കാണിക്കുന്നത് ദ സ്ട്രഗിൾ ഓഫ് യങ് ഗേൾസ് ഹു ആർ ഫൈറ്റിംഗ് ഫോർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അറൗണ്ട് ദി ഗ്ലോബ്. ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള നീഡാണ്, ബേസിക് ആയിട്ടുള്ള റൈറ്റാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന, സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളെയാണ് ഇത് കാണിക്കുന്നത്. സോ ദ സ്കൂൾ ബെൽ ഹിയർ ഇസ് നോട്ട് യൂസർ ലൈക്ക് ആൻ ഓർഡിനറി ബെൽ. ഓക്കെ, ഇതൊരിക്കലും ഒരു ഓർഡിനറി ബെല്ലല്ല, പക്ഷേ ഇതെന്താണ് കാണിക്കുന്നത്? യെസ്, ഇറ്റ്സ് യൂസ്ഡ് ആസ് എ കോൾ ടു ദ ബാറ്റിൽ ഫീൽഡ്. സോ എൻഡിങ് ആയിട്ട് ഈ പോയമിൽ പറഞ്ഞു തരാനുള്ളത്, ഇൻ ജനറൽ ദ പോം റേസസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ social discrimination faced by women, and also the poet explains the condition of women as subordinate in society. Women's objectification and suppression worldwide played a key role in giving rise to the feminist movement. അതായത് ഫെമിനിസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവാൻ തന്നെ കാരണം എന്താണ്? ഈ ലോകത്തെമ്പാടും സ്ത്രീകൾ പല രീതിയിലും അവർ ഒബ്ജക്റ്റിഫിക്കേഷൻ ചെയ്യപ്പെടുന്നുണ്ട്, സപ്രസ് ചെയ്യപ്പെടുന്നുണ്ട്, ഒപ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതുപോലെയുള്ള ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് വരുന്നത് തന്നെ. സോ നമുക്കിവിടെ ഫെമിനിസവുമായിട്ട് ഈ ഒരു പോയം കണക്റ്റഡ് ചെയ്യിക്കാം. ഓക്കെ ആൻഡ് താങ്ക് യു.